നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കടങ്ങോട് മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജന്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ്, സെക്രട്ടറി മായാദേവി, വെറ്റിനറി ഉദ്യോഗസ്ഥർ, ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. 5 ഫാമുകളിൽ നിന്നായി 300-നടുത്ത് പന്നികളുണ്ട്. ചരിത്രം തിരുത്തി ചാവക്കാട് നഗരസഭയിലെ 8ാം വാർഡ് മമ്മിയൂർ. 40 വർഷക്കാലം തുടർച്ചയായി കോൺഗ്രസ് ജയിച്ചു വന്നിരുന്ന വാർഡിൽ ചെങ്കൊടി പാറിച്ചിരിക്കുകയാണ് CPM-ലെ KC സുനിൽ. കോൺഗ്രസിന്റെ കോട്ട പിടിച്ചെടുക്കാൻ CPIM ഇത്തവണ കളത്തിലിറക്കിയത് ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ KC സുനിലിനെ ആയിരുന്നു. വാർഡിൽ ഏറെ സ്വീകാര്യൻ എന്നതിനു പുറമെ ഇവന്റ് വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ വൈസ് പ്രസിഡന്റ്, CITU ചാവക്കാട് മുനിസിപ്പൽ കോർഡിനേഷൻ കൺവീനർ, PTA പ്രസിഡന്റ്, പേരകം ശിവക്ഷേത്രം പ്രസിഡന്റ്, സൗഹൃദ ക്ലബ് പ്രസിഡന്റ് തുടങ്ങി നിരവധി സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ നേതൃനിരയിലുള്ള സുനിലിന്റെ സംഘടനാ മികവ് തിരഞ്ഞെടുപ്പിൽ ഏറെ ഗുണം ചെയ്തു. ചിരിച്ചുകൊണ്ട് മാത്രം എല്ലാവരോടും സൗഹൃദം പങ്കുവയ്ക്കുന്ന സുനിലിന്റെ ജനകീയത തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ വിജയം നേടിക്കൊടുത്തതിന് പിന്നിൽ. പാർട്ടി പ്രവർത്തകരും തോളോട് തോൾ ചേർന്ന് നിന്നപ്പോൾ ചരിത്രം വഴിമാറുകയും 30 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മമ്മിയൂരിൽ നിന്ന് ചാവക്കാട് നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയുമായിരുന്നു. കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് PV ബദറുദ്ദീനെയാണ് സുനിൽ പരാജയപ്പെടുത്തിയത്. പൊന്നിയൂർകുളം പരൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷണം പോയി. മുഖം മറച്ചെത്തിയ മോഷ്ടാവ് ബൈക്ക് തള്ളിക്കൊണ്ടുപോകുന്ന ദൃശ്യം CCTV-യിൽ പതിഞ്ഞിട്ടുണ്ട്. ചിറ്റയിൽ ആസിഫിന്റെ കറുപ്പ് നിറത്തിലുള്ള KL 46P 6309 നമ്പറിലുള്ള യൂണിക്കോൺ ബൈക്കാണ് മോഷണം പോയത്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. വീടിന് മുന്നിലെ കാർ പോർച്ചിൽ നിർത്തിയിട്ടതായിരുന്നു ബൈക്ക്. രാവിലെയാണ് ബൈക്ക് മോഷണം പോയ വിവരം അറിയുന്നത്. വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. വാർത്തയിലേക്ക്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള പഴഞ്ഞി മോർ ഏലിയാസ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യേശുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രിസ്മസ് കരോൾ നടത്തി. ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കുടുംബ യൂണിറ്റിന് കീഴിലുള്ള പഴഞ്ഞി, അക്കിക്കാവ്, കരിക്കാട്, ചിറക്കൽ, കോട്ടോൽ, പട്ടിത്തടം തുടങ്ങിയ പ്രദേശങ്ങളിലെ വീടുകളിലെത്തി ക്രിസ്മസ് സന്ദേശവും ഗാനാലാപനവും നടത്തി. കുടുംബ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോസ് വറുതു, സെക്രട്ടറി മണി ജോയ്, ജോയിന്റ് സെക്രട്ടറി തങ്കമണി ജോസ്, ട്രഷറർ സണ്ണി ചെറിയാൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജോയ് അപ്പൂട്ടി, ജോസ് അപ്പൂട്ടി, കൊച്ചു അപ്പൂട്ടി, ഷേർലി രാജൻ, ജെസ്സി വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. മണ്ഡലകാല ആചാരവിശേഷമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ അങ്കൂലിയങ്കം കൂത്തു തുടങ്ങി. രാവിലെ ശ്രീലകത്തു നിന്നും നൽകിയ അഗ്നി കൂത്തമ്പലത്തിലെ മണ്ഡപദീപത്തിൽ പകർന്നതോടെയാണ് കൂത്ത് ആരംഭിച്ചത്. ഹനുമാൻ വേഷത്തിൽ രാമായണം കഥ ആംഗ്യ ഭാഷയിലൂടെ അവതരിപ്പിക്കുന്നതാണ് അങ്കുലിയങ്കം കൂത്ത്. പാരമ്പര്യക്കാരനായ ചാക്യാർ 12 ദിവസങ്ങളിലായി അരങ്ങേറുന്ന അങ്കുലിയങ്കം കൂത്ത് മണ്ഡലകാലത്ത് ആചാരപ്രധാനമാണ്. പന്തിരടി പൂജയ്ക്ക് മുൻപ് കുട്ടഞ്ചേരി സംഗീത് ചാക്യാർ ഹനുമാൻ വേഷധാരിയായി നാലമ്പലത്തിൽ പ്രവേശിച്ച് സോപാനപ്പടി കയറി മണിയടിച്ച് ഗുരുവായൂരപ്പനെ വണങ്ങി ദക്ഷിണ സ്വീകരിച്ച് ശ്രീലകത്തു നിന്നും മേൽശാന്തി തീർത്ഥവും പ്രസാദവും നൽകി. നാലമ്പലത്തിനുള്ളിൽ മേൽവസ്ത്രം ധരിച്ച് പ്രവേശിക്കാനും ദർശനം നടത്താനുമുള്ള അവകാശം അങ്കുലിയങ്കത്തിലെ ഹനുമാൻ വേഷധാരിയായ ചാക്യാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഹനുമാൻ നേരിട്ട് വന്ന് ഭഗവാനെ തൊഴുത് പ്രസാദം സ്വീകരിക്കുന്നു എന്നാണ് സങ്കല്പം. ശ്രീലകത്തു നിന്നും മേൽശാന്തി നേരിട്ട് പ്രസാദം നൽകുന്നതും ഹനുമാന് മാത്രമാണ്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം DA പ്രമോദ് കളരിക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. പൊന്നിയൂർ പഞ്ചായത്ത് UDF 3ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. 3ാം വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച UDF സ്ഥാനാർത്ഥി ബൽക്കീസ് ഖാലിദ്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് എടക്കര ഡിവിഷനിൽ നിന്ന് വിജയിച്ച അഡ്വക്കേറ്റ് KK ഷിബുവിൻ്റെയും വിജയത്തോടനുബന്ധിച്ചാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. വാദ്യമേളത്തിൻ്റെയും DJയുടെയും അകമ്പടിയോടുകൂടി നടത്തിയ പ്രകടനം എടക്കര പഞ്ചായത്ത് പരിസരത്ത് നിന്ന് ആരംഭിച്ച് കൊഴിങ്ങര വെട്ടിപ്പുഴയിൽ സമാപിച്ചു. പ്രകടനത്തിന് നൌഫൽ, സജ്ജാദ്, അൻവർ, ഷറഫു, ഷംസു, ഉമർകുട്ടി, കബീർ, ഉമ്മർ, ലത്തീഫ്, അഷ്റഫ് തുടങ്ങിയ UDF പ്രവർത്തകർ നേതൃത്വം നൽകി. ഗുരുവായൂർ അയ്യപ്പ ഭജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവെങ്കിട ജലപതി ക്ഷേത്രത്തിൽ നടന്ന ദേശവിളക്ക് ഭക്തിസാന്ദ്രമായി. സത്യമുദ്ര സമർപ്പണം, ഗുരുവായൂർ ജയപ്രകാശിന്റെ കേളി, മഹാഗണപതി ഹോമം, അഷ്ടപതി, ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായിരുന്നു. പഞ്ചവാദ്യം, ഉടുക്കുപാട്ട്, താലം എന്നിവ എഴുന്നള്ളിപ്പിന് അകമ്പടിയായി.
ജ്യോതിദാസ് ഗുരുവായൂരിന്റെ ഭക്തിഗാനസുധ, പന്തലിൽ പാട്ട്, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, ആഴിനൃത്തം, വെട്ടും തട എന്നിവയും നടന്നു. 2 നേരങ്ങളിലായി നടന്ന അന്നദാനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഗുരുസ്വാമി മച്ചാട്ട് സുബ്രഹ്മണ്യനും സംഘവും നയിച്ച വിളക്കിന് GK പ്രകാശൻ, K ദിവാകരൻ നമ്പ്യാർ, ചന്ദ്രൻ ചങ്കത്ത്, M രാധാകൃഷ്ണൻ, പ്രഭാകരൻ മണ്ണൂർ, രാജു ഇളയടത്ത്, ബാലൻ വാറനാട്ട്, KP കരുണാകരൻ, ശിവൻ കണിച്ചാടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള അറക്കൽ സെന്റ് തോമസ് കുടുംബ യൂണിറ്റ് ക്രിസ്മസ് കരോൾ നടത്തി. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റിന് കീഴിലുള്ള വീടുകളിലെത്തി ക്രിസ്മസ് സന്ദേശവും ക്രിസ്മസ് ഗാനങ്ങളും ആലപിച്ചു. ക്രിസ്മസ് പാപ്പ മധുര വിതരണം നടത്തി. കുടുംബ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സൈമൺ, സെക്രട്ടറി നോബി, ജോയിന്റ് സെക്രട്ടറി സാംസൺ, കുടുംബ യൂണിറ്റ് കോർഡിനേറ്റർ ജിനു നോബി, ഉഷ അബി, സാനി, അന്നാമ, പോൾസൺ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,270 രൂപ, പവന് 98,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 200 രൂപ. ചരമം: കുന്നംകുളം ആർത്താറ്റ് പോലിയത്ത് വീട്ടിൽ ശങ്കരൻകുട്ടി നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 കുന്നംകുളം നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടത്തും. മല്ലിക ഭാര്യയും ഡാനിഷ്, മനീഷ് എന്നിവർ മക്കളുമാണ്. ചെറമനേങ്ങാട് കുന്നേങ്ങാട്ട് പാറുക്കുട്ടിയമ്മ നിര്യാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാധ, സത്യഭാമ, ശിവശങ്കരൻ, സരസ്വതി എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.